പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എന്നോടൊപ്പം ഉള്ളത് അതുൽ. അപ്പം ഇന്ന് മെയ് 16 കടന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ പത്രത്തിലും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് നിയുക്ത മുഖ്യമന്ത്രി നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കണ്ടു എന്നുള്ളതാണ്. അപ്പം അതൊരു യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ ഇപ്പോൾ പ്രതിപക്ഷത്തും, അതുപോലെ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന ആൾ മുഖ്യമന്ത്രിയുമായിരിക്കുകയാണ്. അപ്പം അവരുടെ തമ്മിലുള്ള ഒരു സൗഹൃദം, അതായത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തികൾ തമ്മിലുള്ള ഒരു അടുപ്പത്തെയാണ് ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ആകാംക്ഷയിലാണ് ജനങ്ങൾ കണ്ടിരുന്നതും. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് രാഷ്ട്രീയത്തിൽ തമ്മിൽ തല്ലിയവർ അതെ ഇനിയിപ്പം മുന്നോട്ട് കേരളത്തിന്റെ വികസനത്തിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നൊക്കെയാണ് രണ്ട് പേരും വെളിപ്പെടുത്തിയത്. അപ്പം വി ഡി സതീശനാണെങ്കിൽ പോലും പിണറായി വിജയന്റെ പിണറായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിൽ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല, പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ, വിമർശനങ്ങളെല്ലാം തന്നെ അതിൽ മാത്രം കുറച്ച് കറക്ഷൻസ് മാത്രം വരുത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിണറായി വിജയനെയും അതുപോലെ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ചപ്പോൾ കുറച്ച് അമർഷം പ്രകടിപ്പിച്ചിരുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശൻ വീട്ടിൽ തന്നെ പോയി കണ്ടു. അതുപോലെ ചെന്നിത്തല മന്ത്രിസഭയിൽ ചേർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചയ്ക്കും കോൺഗ്രസ് ഒരുങ്ങുകയാണ്. പിന്നെ തിരുത്തൽ പ്രഖ്യാപനവുമായി നിയുക്ത മന്ത്രി. അപ്പൊ ചെലവ് ചുരുക്കും എന്നതാണ് വി ഡി സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. അദ്ദേഹം പിണറായി സർക്കാർ പിന്തുടർന്നിരുന്ന പോലെ ഒരുപാട് രീതിയിലുള്ള വാഹനങ്ങളും കാര്യങ്ങളും ഒന്നെല്ലാം മാറ്റി ഒരു സാധാരണ പോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ചെലവ് ചുരുക്കിയുള്ള ഒരു യാത്രയായിരിക്കും അദ്ദേഹത്തിൻ്റെതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പം മലയാള മനോരമയിൽ വന്നിരിക്കുന്നത് നമ്മളെ ഇന്നലെ SLC വിജയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തില് 99.7% വിജയ ശതമാനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ A+ കഴിഞ്ഞ വർഷത്തിന്റെ പകുതി ആയിരിക്കുന്നു എന്നുള്ളൊരു ആശങ്കജനകമായ വാർത്തയുണ്ട്. കാരണം 99.7% വിജയ ശതമാനം ഉണ്ടെങ്കിലും ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കഴിഞ്ഞിടയ്ക്ക് എല്ലാവർക്കും ഫുൾ നിലയിലോട്ട് വന്നിരുന്നു. അപ്പൊ എല്ലാരും ഓർത്ത് ഇതെന്താ ഇങ്ങനെ ഓവർ ആയിട്ടൊരു ഫുൾ A+ പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ കർശനമായിട്ട് മാർക്കുകളൊക്കെ നോക്കി അങ്ങനെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആകെ ഫുൾ A+ എന്ന് പറയുന്നത് 30,514 ആകെ ഫുൾ A+ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 100% വിജയം നേടിയ സ്കൂളുകൾ എന്ന് പറയുന്നത് 2105 5 സ്കൂളുകൾക്ക് 100% വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വില കൂട്ടി. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം നമുക്കറിയാം, വീണ്ടും അത് ഓരോ ദിവസം ചെല്ലുന്തോറും കടുക്കുകയാണ്. അപ്പം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ളിൽ രാജ്യത്ത് ഇന്ധനവിലയും ഉയർത്തി. ഇതോടെ വെള്ളിയാഴ്ച കൊച്ചി നഗരത്തിൽ പെട്രോൾ ലിറ്ററിന് 3.27 രൂപ ഉയർന്ന് 108.76 രൂപയിലെത്തി. ഇപ്പൊ ഡീസലിന് 3.16 രൂപ ഉയർന്ന് 97.65 രൂപയായി. ഇപ്പൊ കോഴിക്കോട് പെട്രോളിന് 109.05 രൂപയും ഡീസലിന് 97.94 രൂപയും, തിരുവനന്തപുരത്ത് യഥാക്രമം 110.75 രൂപയും അതുപോലെ 99.63 രൂപയുമാണ് നിരക്ക്. ഇനി മുതൽ 2023 ഏപ്രിൽ 1 കേരളത്തിൽ ഇന്ധനവിലയിൽ മാറ്റം വരുമെന്നാണ് പറയുന്നത്. അതുപോലെ അതിന്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇനി വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ധനവില കൂടുന്നത് ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ കാറുകൾ ഉപയോഗിക്കുന്നവർക്ക് വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. മാത്രമല്ല ഇന്ധനവില കൂടുമെന്നൊരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തും സർക്കാർ വൃത്തങ്ങളെല്ലാം പറഞ്ഞത് ഇന്ധനവില കൂട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്നാണ്. പക്ഷേ പതിവ് പോലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ധനവില കൂട്ടിയിരിക്കുകയാണ് അവർ. അതങ്ങനെ ഒരു ആരോപണം നിലനിന്നിരുന്നു ഇലക്ഷന്റെ സമയത്ത്. കാരണം ആ സമയത്ത് വില കുറച്ച് ജനങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറി ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ റിസൾട്ടും വന്നു, പാർട്ടികൾ അധികാരത്തിൽ ഏറുമ്പോൾ വീണ്ടും ഇന്ധനവില കൂട്ടി ജനങ്ങളെ ഒരു പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ പോകുന്നത്. മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഡോളർ മൂല്യം ഇടിഞ്ഞ് 96 പോയിരിക്കുകയാണ്. അതായത് നമ്മള് 80 രൂപ വരെയൊക്കെ അതിൽ തന്നെ സ്റ്റക്കായി നിന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഡോളർ മൂല്യം 96 ഇടിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അത് 100 എത്താൻ വലിയ താമസമില്ലെന്ന് തന്നെ അറിയാം. കാരണം
രൂപയ്ക്ക് റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇന്നലത്തെ വ്യാപാരത്തിൽ ഡോളറിനെതിരെ 96 രൂപ 14 പൈസയിലേക്കാണ് ഇടിഞ്ഞത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $105 to $110 നിലവാരത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അപ്പം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ നമുക്ക് വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടുന്നുണ്ട്. അപ്പം ഡോളറിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൂല്യം ഇടിയുന്നത് സത്യത്തിൽ നമ്മുടെ എണ്ണ വാങ്ങാനുള്ള ആ ഒരു വില കൂട്ടും. അപ്പൊ അത് നമുക്ക് ആവശ്യമായ അത്ര ഒരു പ്രതിസന്ധി യുദ്ധം കാരണം കിട്ടാനും ഇല്ല. അപ്പം അതിന്റെ ഇടയിൽ ഡോളറിന്റെ മൂല്യം കൂടി ഇടിയുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. തീർച്ചയായും. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. അതായത് അപ്പൊ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ ജൂൺ 21 വീണ്ടും നടത്തും. അപ്പൊ പരീക്ഷ എഴുതാനുള്ള നഗരം തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്നും ജൂൺ 14 അഡ്മിറ്റ് കാർഡ് നൽകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. പുനഃപരിശോധന ദൈർഘ്യം 15 മിനിറ്റും കൂട്ടും. അപ്പം ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വലിയൊരു പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പൊ അതിന് പകരമായി ഇപ്പൊ ജൂൺ 21 പരീക്ഷ വീണ്ടും പുനഃപരീക്ഷ നടക്കാൻ പോകുന്നത്. അത് എന്തായാലും ഈ ഇപ്പൊ വരുന്ന വാർത്തകൾ വളരെ ദൗർഭാഗ്യകരമായ വാർത്തകളാണ്. ഏകദേശം 4 കുട്ടികളാണ് നീറ്റ് പരീക്ഷ പുനർനിർണയം അത് റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ തോതിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം അവരത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും അവർക്കത് ഇപ്പൊ ആത്മഹത്യയിലേക്ക് പോകുമ്പോ തന്നെ നമുക്കറിയാം മറ്റു വഴികളില്ലാത്തവരാണ്. അപ്പൊ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. അത് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടുമ്പോൾ ഏതെങ്കിലും 3-4 വ്യക്തികളുടെ ഒരു മോശം പ്രവൃത്തി കാരണം അതിങ്ങനെ ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടുമ്പോൾ പല വിദ്യാർത്ഥികളുടെയും അവരുടെ പ്രതീക്ഷകളാണ്, ഭാവി പ്രതീക്ഷകളാണ് ഇങ്ങനെ നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വാർത്ത നമ്മൾ മലയാള മനോരമയുടെ ബിസിനസ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ദുർബല കറൻസിയായി മാറിയിരിക്കുകയാണ് രൂപ. നമ്മുടെ ഏഷ്യയിലെ തന്നെ പ്രബലമായ 2ാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ ഇന്ത്യ. എന്നിട്ടും നമ്മുടെ ഇന്ത്യയുടെ രൂപയ്ക്ക് ഏഷ്യയിലെ ഏറ്റവും ദുർബല കറൻസിയായി മാറി എന്നുള്ളത് നമ്മൾ സാമ്പത്തികമായി മുന്നോട്ട് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണെന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ നമുക്ക് പിഴയ്ക്കുന്നുണ്ട്, എവിടെയൊക്കെയോ എന്നുള്ള അതിന്റെ സൂചനകളാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ചൈന പോലുള്ള വലിയ സാമ്പത്തിക ശക്തികൾ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഉള്ളപ്പോൾ തന്നെ നമ്മളും അവയോട് മത്സരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പിറകിലേക്ക് പോവുകയല്ല വേണ്ടതെന്നുള്ള ഒരു സൂചനയാണിത്. അതെ. അപ്പൊ അത് ഇത്തരത്തില് രൂപയുടെ ഇതും കുറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിക്കും. അപ്പം മുന്നോട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ +1 പ്രവേശനം ഓൺലൈൻ അപേക്ഷ 25 മുതൽ. അതായത് +1 പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പം ഇനിയിപ്പോ +1 സ്കൂൾ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഇന്നലെ വന്നു. അപ്പൊ അതിനുശേഷം ഇനി അടുത്ത +1 അപേക്ഷ 25 മുതൽ തുടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനെല്ലാം ഒരു തുടക്കമാകണമെങ്കിൽ നമുക്ക് നാളെ സത്യപ്രതിജ്ഞ മന്ത്രിമാരെ ചുമതല ഏൽക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു തുടക്കമാകുള്ളൂ. അപ്പൊ എന്തായാലും കൂടുതൽ ലാഗ് അടുപ്പിക്കാതെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്കാണ് സർക്കാരും ഇപ്പോൾ ഒരുങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, സർക്കാരും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നയപ്രഖ്യാപനമൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഒരു മന്ത്രിസഭയെ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം തീർച്ചയായും ഒരുക്കങ്ങളായിരിക്കും നടക്കാൻ. അതെ, അതുപോലെ തന്നെ മലയാള മനോരമയുടെ ബിസിനസ് പേജിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ധനവില വർധനവിന്റെ ഫലം ഉയർന്ന ജീവിത ചെലവായി മാറിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ധനമാണ്, ചരക്ക് നീക്കത്തിന്റെയും എല്ലാത്തിന്റെയും. അപ്പം ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവോ അല്ലെങ്കിൽ കുറവോ എല്ലാം നമ്മുടെ ജീവിത ചെലവിനെ തന്നെ ബാധിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പം വരും മാസങ്ങളിലും ചരക്ക് കൂലി ഉയർന്നേക്കാമെന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇപ്പോൾ സാധാരണക്കാർക്കാണ് എങ്ങനെ ഇന്ധന കമ്പനികളുടെ എല്ലാം ഈ ലാഭേച്ഛയിൽ കുടുങ്ങുന്നത് സത്യത്തിൽ സാധാരണക്കാരാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറ്റുമതി ഇറക്കുമതി വലിയ രീതിയിൽ അത് പ്രതിസന്ധിയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം കയറ്റുമതിയും ഇറക്കുമതിയും പ്രതിസന്ധിയിലായാൽ സാധനങ്ങൾ കൂടുതൽ കിട്ടാതെ വരും. അപ്പോൾ ഉള്ള സാധനങ്ങൾക്ക് നല്ല രീതിയിൽ വില വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നിലവിൽ കേരളത്തിൽ വലിയ രീതിയിൽ മാംസം, അതുപോലെ തന്നെ പച്ചക്കറി, ഇന്ധനം എല്ലാത്തിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇത് സാധാരണക്കാരെയായിരിക്കും കൂടുതൽ ഇത് ബാധിക്കാൻ പോകുന്നത്. കാരണം ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓരോ ദിവസത്തെയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സാധാരണക്കാരുള്ള
ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങൾ ഇത് കൂടുതലും ബാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മള് സ്വന്തമായി നമുക്ക് വേണ്ടത് പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു സംസ്ഥാനം കൂടിയാണ്. നമ്മളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ എന്തായാലും ഈ ചരക്ക് നീക്കം അല്ലെങ്കിൽ ചരക്ക് കൂലി ഉയരുന്നത് സത്യത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്, നമ്മുടെ ഖജനാവ് കാലിയാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് വിലക്കയറ്റം മാർച്ചിൽ ഏകദേശം 3.4% അതിപ്പോ 4% അടുക്കും എന്നുള്ളതാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ചെറിയ ഇതാണെങ്കിൽ പോലും കൂടുതലും ബാധിക്കും. ഇനിയും അത് മുന്നോട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി, പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ മുന്നോട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ളതും ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കൗതുകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് SSLC ഫലം പ്രഖ്യാപിച്ചത് 40 വർഷം മുൻപത്തെ റാങ്കുകാരി. അതായത് നമുക്കറിയാം, ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിനെ തിരഞ്ഞെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലായിരുന്നു പ്രഖ്യാപിച്ചത്. അപ്പം വർഷം 1986. അപ്പം SSLC പരീക്ഷയിൽ സംസ്ഥാനത്തിന് 46.73% വിജയം. അപ്പം 600-ന് 580 മാർക്ക് നേടി 3ാം റാങ്കുകാരിയായി തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂളിലെ ഷർമിള മേരി ജോസഫ് എന്ന പത്രങ്ങളുടെ 9ാം പേജിൽ ഇടം പിടിച്ചു. 40 വർഷത്തിന് ഇപ്പുറം 2026-ലും നിയോഗം പോലെ ആ മുഖം വീണ്ടും കൺമുന്നിലെത്തി. പക്ഷെ അത് ഫലം കാത്തു നിൽക്കാനല്ല, മറിച്ച് പ്രഖ്യാപിക്കാനാണെന്ന് മാത്രം. അതൊരു കൗതുകരമായ വാർത്തയാണ്. 600-ല് 580 മാർക്ക് നേടി 3ാം റാങ്കുകാരിയാണ്. ഇത്രയും 46 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും 40 വർഷങ്ങൾക്ക് ശേഷം ഫലം SSLCയുടെ ഫലം പ്രഖ്യാപിച്ചു. മാതൃഭൂമി അതിന്റെ ആ പഴയ ഇത് പത്രത്തിലെ മാതൃഭൂമിയിൽ തന്നെ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ധന വിലയുടെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഭരണം ആരംഭിച്ചിട്ടില്ല. അപ്പൊ ആരംഭിക്കുമ്പോൾ തന്നെ ഇപ്പം ഇന്ധനവില വർദ്ധിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഇന്ധനവിലയുടെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പം ഇന്ധനവില വർധന സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കുമെന്നും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറയുകയുണ്ടായി. ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സതീശൻ പറയുകയുണ്ടായി. അതെന്തായാലും സത്യത്തിൽ ഇങ്ങനെയൊരു വാഗ്ദാനം നൽകുന്നതെങ്കിലും സത്യത്തിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ച് അതിന് വേണ്ട പരിഗണനകൾ നൽകുന്നുണ്ടെന്ന് സത്യത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന പോലെ സതീശനും പിണറായിയും ജനാധിപത്യം, അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം പിണറായി പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്ന് പറയുമ്പോൾ വ്യക്തിയല്ല പാർട്ടിയാണ് പരാജയപ്പെട്ടതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് ശരിയാണ്. അപ്പം ഈ CPMന്റെ ഒരു തകർച്ചയെ കൂടുതലും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിരുദ്ധ ഭരണം കൊണ്ടാണ്, പിണറായിയുടെ ഏകാധിപത്യം കൊണ്ടാണ് CPM ഇതുപോലൊരു തകർച്ച നേരിട്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വ്യക്തിയല്ല പാർട്ടിയാണ് പരാജയപ്പെട്ടത് എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. അപ്പം പിണറായി സർക്കാരിനെ തിരുത്തേണ്ടപ്പോൾ തിരുത്താൻ കഴിയാതെ പോയ പാർട്ടി തന്നെയാണ് പരാജയപ്പെട്ടത്. പക്ഷെ ജനരോഷത്തിന്റെ കുന്തമുന പിണറായിക്കെതിരെ ആയിരുന്നത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ CPMന് ഇനിയും കഴിയുന്നില്ലെന്ന് അമ്പരപ്പിക്കുന്നതാണ്. അപ്പം പിണറായിയുടെ ഒരു ഏകാധിപത്യം, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാവായി അധികാരത്തിലേക്ക് എത്തിയത്. പക്ഷെ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തെ ഇപ്പം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ടാണ് CPM ഇത്രയും വലിയൊരു തകർച്ച നേരിട്ടത്. അപ്പം ആ ഒരു തകർച്ചയെ നേരിടാൻ കഴിയാത്ത ഒരാൾ, അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ പ്രതിപക്ഷത്ത് വരുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു പ്രതിപക്ഷ ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ കാലം തിരിഞ്ഞു വരുന്നു, കാലം ഒരു കാവ്യനീതി പോലെ തെളിയിക്കുന്നു എന്നതിന് ഒരു സൂചനയാണിത്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അത് കേരളത്തിൽ തന്നെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഭരണം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പ്രതിപക്ഷത്തിരുന്ന ആൾ മുഖ്യമന്ത്രിയാകുന്നത് അതൊരു വേറിട്ടൊരു കാഴ്ചയാണ്. അപ്പം ഇവരുടെ ഇനി ഒരു മുന്നോട്ടുള്ള ഭരണമാണ് ഇനി ജനങ്ങൾ കൂടുതൽ നോക്കി കാണുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയം ഒന്നുകൂടി എന്റർടൈനിങ് ആയിരിക്കും. അതെ, കാരണം ഇനിയിപ്പോ ഇവർ തമ്മിൽ, കാരണം ഇത്രയും നാളും അങ്ങോട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പൊ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ പിണറായി വിജയനാണെങ്കിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ വിമർശനങ്ങൾ VD സതീശനും ഉയർത്തിയിരുന്നു. അപ്പം ഇനി എങ്ങനെയാണ് ഇവരുടെ ഭരണമെന്ന്. അപ്പൊ VD സതീശൻ ഇപ്പോൾ ഒരു സംയമനത്തിന്റെ ഒരു പാതയിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. വഴക്കുകളും തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് വ്യക്തിപരമായ അടുപ്പം പുലർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ നിന്നും വലിയ മാറ്റമൊന്നും വരുത്താതെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉയർത്തിയ ചെറിയ ചെറിയ കറക്ഷൻസ് അതൊക്കെ ഒന്ന് മാറ്റണമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പൊ മുന്നോട്ടുള്ള ഭരണത്തിൽ എങ്ങനെയാണെന്ന് നമുക്കത് കണ്ടറിയണം. ഇനിയിപ്പോ കേരള കൗമുദി പത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ മുഖ പേജിൽ തന്നെ നമ്മൾ G കാർത്തികേയൻ മേയറുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം
വളരെ ആവുകയുണ്ടായി നമ്മുടെ വി.ഡി. സതീശൻ. ആ ഒരു ചിത്രത്തോടെയാണ് പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് ഈ ജി കാർത്തികേയനായിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് അദ്ദേഹം പോയപ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമേറ്റ് അദ്ദേഹം ആദ്യമേ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് വികാരം അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കരയുന്നൊരു ചിത്രത്തോടെയാണ് കേരള കൗമുദിയുടെ മുഖചിത്രം കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പം വി.ഡി. സതീശൻ നമ്മൾ പറഞ്ഞിരുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് തന്നെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കഴിഞ്ഞും അദ്ദേഹത്തിന് നേരിടാനുള്ള നിരവധി ഭരണ കടമ്പകളാണ്. അപ്പൊ വി.ഡി. സതീശൻ സർക്കാരിനെ നയിക്കുമ്പോൾ മറികടക്കാൻ പല കടമ്പകളുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിലും മുന്നണിയിലും ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രതിസന്ധികളാണ് അതിലൊന്ന്. രണ്ടാമത്തേത് ഭരണപരവും, അതായത് 10 വർഷത്തെ പിണറായി സർക്കാർ അവഗണിച്ചതോ വേണ്ടെന്ന് വെച്ചതോ ആയ ജനകീയ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിൽ തന്നെ ജനകീയപരമായി പരിഹരിക്കണം. അത് തന്നെയാകും മുഖ്യമന്ത്രി നേരിടാവുന്ന രാഷ്ട്രീയതര വെല്ലുവിളികൾ. അതായത് 10 വർഷത്തെ പിണറായി സർക്കാർ അവഗണിച്ചതോ വേണ്ടെന്ന് വെച്ചതോ ആയ ജനകീയ പ്രശ്നങ്ങൾ, അപ്പം ജനങ്ങളുടെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും അവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളും മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ചൊല്ലിയുണ്ടായ വികാര പ്രകടനങ്ങളും ഒരു തലം പോലും സതീശൻ കണ്ടിട്ടില്ലെന്ന് നടിക്കാനാവില്ല. അതാണ് രാഷ്ട്രീയ വെല്ലുവിളി. അപ്പം നമുക്കറിയാം കെ.സി. വേണുഗോപാൽ അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഉണ്ടായ ഒരു അമർഷം എല്ലാം പരിഹരിച്ച് അവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വെല്ലുവിളിയും വി.ഡി. സതീശന് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നതും തുടക്കത്തിൽ തന്നെ കേരളം വിലയിരുത്തും. അതെ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നമ്മൾ പറഞ്ഞത് ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്നും, അതുപോലെ തന്നെ ഇപ്പൊ കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനൊക്കെ പരിഹരിക്കാനും, അതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ തുടക്കത്തിൽ തന്നെ അത് നിറവേറ്റാൻ അദ്ദേഹം ശ്രമിക്കുമെന്നതും ജനങ്ങൾ വിലയിരുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹത്തിനുള്ള ഒരു ഭരണക്കടമ്പകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള കടമ്പകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ അതെങ്ങനെ വി.ഡി. സതീശൻ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. അതെ, എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മറികടക്കേണ്ടത് ഒരുപാട് വലിയ വലിയ കടമ്പകളാണ്. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഏറ്റപ്പോൾ പോലും ഇത്രയും വലിയ കടമ്പകൾ അതിനു മുമ്പും അവരുടെ തന്നെ ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. കാരണം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തന്നെ വഴക്കുകളും പാർട്ടിക്ക് അകത്തുള്ള പ്രതിസന്ധികൾ തന്നെ അദ്ദേഹത്തിന് മറികടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായി ഏൽക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിജയ് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരം വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നതെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഒരു സിനിമാ താരം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അപ്പം വിജയ് ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേരള കൗമുദി. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. എങ്കിലും അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരിക അല്ലെങ്കിൽ എന്നത് ഒരു എപ്പോഴും നമുക്ക് സ്ഥിരം കാണുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ വിജയ് വരുമോ എന്നുള്ളത് വളരെ ആകാംക്ഷയോടെയാണ് ആളുകൾ നോക്കിയിരിക്കുന്നത്. അതെ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും പങ്കെടുക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം TVKക്ക് തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സപ്പോർട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും വിജയുടെ സാന്നിധ്യം ഈ ചടങ്ങിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ് കേരള കൗമുദി. നമുക്ക് നോക്കാം വിജയ് വരുമോ ഇല്ലയോ. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രം, ആന്റണി തെറ്റിദ്ധരിപ്പിക്കുന്നു ബാലഗോപാൽ. അതായത് സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് A.K. ആന്റണിയുടെ പരാമർശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുൻ ധനമന്ത്രി K.N. ബാലഗോപാൽ കൊല്ലത്ത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ച് 31 എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ്. ഓക്കെ, അപ്പൊ 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നെന്നാണ് മുൻ ധനമന്ത്രി K.N. ബാലഗോപാൽ പറയുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആന്റണി എന്നുള്ള ഒരു പരാമർശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇപ്പോഴും ഒരു കേരള സാമ്പത്തിക ഖജനാവ് കാലിയാണെന്നുള്ള നിലയിലാണ് വിമർശനങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷെ അദ്ദേഹം പറയുന്നത് 6000 കോടിയോളം ട്രഷറിയിൽ മിച്ചം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ മുന്നോട്ടുള്ള ഒരു ഭരണത്തിലും ഇപ്പൊ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിലാണെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക നില സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അപ്പൊ അതിന് എത്രമാത്രം വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതുപോലെ തന്നെ ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കേരളകൗമുദിയിൽ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു രസകരമായ വാർത്തയാണ്. രസകരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ അത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു റീലായിരുന്നു. ആവശ്യപ്പെട്ടിട്ട് നിർത്തിയില്ല. KSRTCന്റെ ഗ്ലാസ് തകർത്ത യുവതിക്ക് 4 ലക്ഷം രൂപ പിഴ ചുരുത്തിയിരിക്കുകയാണ്. അതായത് അത് യുവതി കോഴിക്കോട് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് നിർത്താത്തതിനെ തുടർന്ന് ബസിന്റെ ഗ്ലാസ് തകർത്ത യുവതിക്ക് 4 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശിനിക്കാണ് പകൽ യാത്രാ വേളയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് നിർത്താൻ ആവശ്യപ്പെട്ടത്. പറ്റില്ലെന്ന് പറഞ്ഞതോടെ കുപിതയായി എമർജൻസി സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ചുറ്റികയെടുത്ത് വിൻഡോ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ഒരു റീലായിരുന്നു. യുവതി കണ്ടക്ടറോട് ഷൗട്ട് ചെയ്യുന്നതും അവസാനം ഈ പുതിയ ബസ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് പൊട്ടിക്കാനുള്ള ചുറ്റികയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതൊരു സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ അത് യുവതി അമർഷത്തോടെ അത് ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. എന്തായാലും വളരെ മോശം പ്രവൃത്തിയായി പോയെന്ന് വേണം പറയാൻ. കാരണം സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് നിർത്താൻ പറയുന്നത്, പ്രത്യേകിച്ച് അതൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. എല്ലായിടത്തും അതെ, മെയിൻ പ്രദേശങ്ങളിൽ മാത്രമേ അവർ നിർത്തുകയുള്ളൂ. അത് അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ലെങ്കിലും അത് 4 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരിക്കുകയാണ്. അത് നല്ലൊരു തീരുമാനം എന്ന് വേണം പറയാൻ. അതെ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വീട്ടുകാരനായി പിണറായിയെ പോലെ തനിക്കും ചിട്ട വേണമെന്ന് സതീശൻ. അതായത് CM നല്ല ചിട്ടയുള്ള ഒരാളാണെന്ന് അറിയാം, എനിക്കതില്ല. പിണറായി വിജയനെ CM എന്ന് സംബോധന ചെയ്തുള്ള ശീലം നിയുക്ത മുഖ്യമന്ത്രിയായി VD സതീശന്റെ നാവിൽ തുടരുന്നു. അതായത് ഇന്നലെ VD സതീശൻ പിണറായി വിജയന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അപ്പൊ ആ സമയത്തും അദ്ദേഹം CM എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പം അദ്ദേഹം നല്ലൊരു ചിട്ടയുള്ള CM ആണെന്നാണ് VD സതീശൻ പറയുന്നത്. ആ ചിട്ട തനിക്ക് ഇല്ലെന്നും അത് ഇനിയും തുടരണം, അതുപോലെ ഒരു ചിട്ടയോടെയുള്ള ഒരു സ്വഭാവം തുടരണമെന്നുമാണ് VD സതീശന്റെ ആഗ്രഹം. പ്രതിപക്ഷത്തിരുന്ന് CM എന്ന് വിളിച്ചങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കും 10 വർഷം ഇരുന്നതല്ലേ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി പരസ്പരം സ്ഥാനമാനങ്ങൾ വെച്ചുമാറി. പ്രത്യാക്രമണങ്ങൾ നടത്തിയ ഇരുവരുടെയും കൂടിക്കാഴ്ച ഔദ്യോഗിക ഗൗരവം വെല്ലുവിളിയില്ലാത്തതായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള നമ്മൾ തർക്കങ്ങളോ കാര്യങ്ങളോ എല്ലാം മാറ്റി നിർത്തിയിട്ട് വ്യക്തിപരമായി ഒരു അടുപ്പം പുലർത്തുന്ന ഒരു രീതിയിലുള്ള ഒരു സന്ദർശനമായിരുന്നു ഇന്നലെ കണ്ടത്. അതെന്തായാലും VD സതീശന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ സംസാരിക്കാനുള്ള ഒരു, അദ്ദേഹം ഒരു പുതിയൊരു പദവിയിലോട്ട് എത്തുമ്പോൾ അതിന് എല്ലാവരുടെയും ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരെയും പോയി കണ്ട്, ഇപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിണറായി വിജയനെ കണ്ടത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഇവർ തമ്മിൽ രാഷ്ട്രീയപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അദ്ദേഹം വ്യക്തിപരമായ ഒരു അടുപ്പം നിലനിർത്താനായിട്ട് ശ്രമിച്ചത്. അതെ. ഇനിയിപ്പോ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനിയിപ്പോ വേനൽ മഴ കനക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥ വാർത്ത പറയുന്നത്. കാരണം വേനൽ മഴ ഇന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു, പല ജില്ലകളിലും മഴ കനത്തു തുടങ്ങിക്കഴിഞ്ഞു. അപ്പം വേനൽ മഴ, അതെ, ഇപ്പൊ ഇന്നിപ്പോ 16 ശനിയാഴ്ച 16 ആയതിപ്പോ ഇന്ന് തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ അതെ, വേനലിന്റെ ഒരു ചൂട് അവസാനിച്ചു. അപ്പം അതിന് പകരമായിട്ട് ഇപ്പൊ ഒരു വേനൽ മഴ എത്തി. അതെ, കൂടാതെ അത് മാത്രമല്ല ഇടിയും മിന്നലും എല്ലാം ശക്തമായ രീതിയിൽ, അതെ, ഇടിയൊക്കെ ആയിരുന്നു. അപ്പോ മഴ മാത്രമല്ല ഇടിയും മിന്നലും ശക്തമായ രീതിയിൽ തന്നെ കേരളത്തിലുണ്ട്. ഇപ്പൊ തന്നെ ഒരു 4 വിദ്യാർത്ഥികൾ ഈയിടയ്ക്ക് ഇടിമിന്നലേറ്റ് മരിച്ചിരുന്നു. അപ്പം അതെന്തായാലും അതും ജനങ്ങൾ ശ്രദ്ധിക്കണം. മഴ കൊള്ളുന്നത് നല്ലതാണ്. ചൂടൊക്കെ കഴിഞ്ഞൊരു നല്ല മഴ വരുമ്പോൾ എന്തായാലും നമുക്കൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ആ മഴയൊക്കെ ഇറങ്ങി കൊള്ളുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടിമിന്നൽ, അതെ, ഒരുപാട് ജാഗ്രതകൾ പാലിക്കണം. കാരണം മഴ വരുമ്പോ കൂടെ ഇടിയും മിന്നലും ഒക്കെ വരും. അത് അറിഞ്ഞു വേണം നമ്മൾ പെരുമാറാൻ. കാരണം കാലാവസ്ഥാ വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ അത് നമുക്ക്, കാരണം ഇത്രയും നാള് മഴ പെയ്യാതിരുന്ന കൗതുകത്തോടെ നമ്മൾ ഇറങ്ങും. അപ്പം അത് ജാഗ്രതയോടെ വേണം ആ കാര്യങ്ങളൊക്കെ. വാർത്തയിൽ പറയുന്നതനുസരിച്ച് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മെയ് 26 പൂർണ്ണമായിട്ടും കേരളത്തിൽ എത്തുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ 4 ദിവസം നേരത്തെയാണ്, അല്ലെങ്കിൽ 4 ദിവസം നേരത്തെ തന്നെ കാലവർഷം എത്തും, പതിവിൽ നിന്ന് വിപരീതമായിട്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത 24 മണിക്കൂറിൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിയേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ഏകദേശം
കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏകദേശം മഴ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വന്നു കണ്ടു ചെന്നിത്തല അയഞ്ഞു. അപ്പം മന്ത്രിസഭയിലേക്കില്ലെന്ന കടുത്ത തീരുമാനത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നേതാക്കൾ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീട്ടിലെത്തി ചെന്നിത്തലയെ കണ്ടു. ഈ കൂടിക്കാഴ്ചയിൽ അനുനയ ചർച്ചകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് അതൃപ്തി തണുപ്പിക്കാൻ കഴിഞ്ഞു. എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ വരുന്ന എൻ്റെ നേതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീടാണിത്, സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സതീശനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും ചെന്നിത്തല പ്രതികരിച്ചു. അപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പ്രതികരണം നടത്താതെ മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ച് നടന്നിരുന്ന ഒരു രമേശ് ചെന്നിത്തല ഇപ്പോൾ അദ്ദേഹത്തെ വി.ഡി. സതീശൻ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു അനുനയത്തിൽ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹം വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തതിൽ സന്തോഷമാണെന്നും ഹൈക്കമാൻഡ് തീരുമാനം സ്വാഗതം ചെയ്യുമെന്നും ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പം ഏകദേശം നമുക്ക് മനസ്സിലാക്കാം അയഞ്ഞു. അപ്പം ഇനിയിപ്പം മന്ത്രിസഭാ യോഗത്തിലാണല്ലോ അദ്ദേഹം പങ്കെടുത്ത്. അപ്പം അദ്ദേഹം ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട്, ആഭ്യന്തര വകുപ്പും വേണമെന്നുള്ളൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പുറമേ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ആഭ്യന്തര വകുപ്പിൽ കുറഞ്ഞതൊന്നും എന്തായാലും രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കില്ല. കാരണം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തെ നല്ലൊരു വകുപ്പ് കൊടുക്കേണ്ടതും പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം നമുക്ക് പറയാം. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കാരണം സ്വർണ്ണവിലയിൽ വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതായത് കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടിവ് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ 2 തവണയായി വില മാറിയപ്പോൾ ഗ്രാമിന് 405 രൂപ കുറഞ്ഞ് 14,475 രൂപയും പവന് 3,240 രൂപയും കുറഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ നേരിയ ഇടിവ് എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. പക്ഷേ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകർക്ക് ഇത് സത്യത്തിൽ നഷ്ടമായിരിക്കും. സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചുയർന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് നിക്ഷേപകർ പണം നിക്ഷേപിച്ച് നല്ല ലാഭം നേടിയിരുന്നു. എന്തായാലും അവർക്ക് ഇതൊരു മോശം അവസ്ഥ തന്നെയാണ്. പക്ഷേ സാധാരണക്കാർക്ക്, അതായത് ഇപ്പോൾ കല്യാണത്തിനും അതുപോലെയുള്ള ഫംഗ്ഷനുകൾക്കും വേണ്ടി സ്വർണം വാങ്ങാൻ നോക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇതൊരു മികച്ച സമയം തന്നെയാണെന്ന്. പക്ഷേ ഉടനടി തന്നെ നിങ്ങളുടെ സ്വർണം വാങ്ങാനുള്ള തീരുമാനം എടുക്കുക എന്ന് വേണം പറയാൻ. കാരണം ഓരോ ദിവസവും കൂടുകയും കുറയുകയും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സ്ഥിരതയാർന്ന ഒരു നിക്ഷേപം അല്ല സ്വർണ്ണമെന്ന്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കുകയാണ്. ഇനി നമുക്ക് സ്പോർട്സ് പേജിലോട്ട് കിടക്കാം. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് സഞ്ജു ക്യാപ്റ്റൻ ആവട്ടെ എന്ന് രവിശാസ്ത്രി. ഇപ്പം നമുക്കറിയാം IPL സഞ്ജു മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സൂര്യകുമാർ യാദവിന്റെ ഫോം അത്ര നല്ല രീതിയിലല്ല. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് അടുത്ത മറ്റൊരു മികച്ച ഒരു താരത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കണമെന്ന് BCCI ഒക്കെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പം സഞ്ജുവിന്റെ പേരാണ് ഇപ്പോൾ കൂടുതൽ, നമുക്കറിയാം മാധ്യമങ്ങളിലൊക്കെ കൂടുതലും പറഞ്ഞിരുന്ന സഞ്ജു ഒരു ക്യാപ്റ്റൻ, ഇന്ത്യയെ നയിക്കാൻ ഒരു പുതിയ ക്യാപ്റ്റൻ സഞ്ജു ആയിരിക്കുമെന്ന രീതിയിലായിരുന്നു. അപ്പം നീണ്ട വർഷങ്ങളായി രാജസ്ഥാനെ നയിച്ചുകൊണ്ടിരുന്നത് സഞ്ജു ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഫൈനലിലും അതേപോലെ സെമി ഫൈനലിലും ഒക്കെ രാജസ്ഥാൻ എന്ന ടീമിനെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ചെന്നൈയിലാണെങ്കിലും റെക്കോർഡ് ലേലത്തുകയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വന്നത്. അപ്പം അതിലും ഒരാളെ കൊണ്ടും കുറ്റം പറയിപ്പിക്കാത്ത രീതിയിൽ മികച്ച പ്രകടനമാണ്. അതായത് ഒരിടയ്ക്ക് പിന്നീട് ചെന്നൈക്ക് സഞ്ജു നിർണായകമായ ഒരു കളിക്കാരനാണെന്നുള്ള ഇതിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓറഞ്ച് ക്യാപ്പ് മത്സരത്തിലായി അതുപോലെ തന്നെ ചെന്നൈക്ക് ആദ്യത്തെ മുംബൈ ഇന്ത്യൻസിനെതിരെ ആദ്യത്തെ സെഞ്ചുറി നേടിയ ഒരു കളിക്കാരൻ കൂടിയാണ് സഞ്ജു. അപ്പൊ എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ ആകാൻ എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ്. ക്യാപ്റ്റൻസിൽ അദ്ദേഹത്തിന് പരിചയമുണ്ട്. രാജസ്ഥാനെ മികച്ച രീതിയിൽ നായകനായി കൊണ്ടുപോയത് അദ്ദേഹമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള കഴിവുമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ BCCI വേണ്ട രീതിയിൽ സഞ്ജുവിനെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു സമയം അടക്കം കഴിഞ്ഞ T20 വേൾഡ് കപ്പില് പരിഹസിച്ചിരുന്നു സഞ്ജുവിനെ. അപ്പം അതിനൊക്കെ ഒരു പകരമായിട്ടാണ് സഞ്ജു ഇത്തരത്തിലൊരു കപ്പ് കൊണ്ടുപോകാൻ ഏറ്റവും നിർണായകമായ ഒരു സാന്നിധ്യമായി സഞ്ജു തന്നെയായിരുന്നു കളിയിൽ മാറിയിരുന്നത്. അപ്പം സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയെ ഇന്ത്യൻ T20
2020 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന ചർച്ച മുറുകവെ സഞ്ജു സാംസണ് പിന്തുണയുമായി രവി ശാസ്ത്രി. മലയാളി താരം സഞ്ജു, മറുനാടൻ മലയാളി ശ്രേയസ് അയ്യർ എന്നിവരാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അപ്പം ശ്രേയസ് അയ്യറിന്റെ കാര്യം നമുക്ക് പറയാം. കാരണം അദ്ദേഹം പഞ്ചാബിനെ നല്ല രീതിയിലാണ് മുന്നോട്ട്. കാരണം തുടക്കത്തിൽ ഒരു കളി പോലും പരാജയപ്പെടാതെ മികച്ച ഒരു രീതിയിലാണ് അദ്ദേഹം പഞ്ചാബിനെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയുമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മറ്റ് T20 വേൾഡ് കപ്പിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം എന്താണേലും സഞ്ജുവിന് ഒരു ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റനായി സഞ്ജു മാറാൻ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അത് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെ. ഇന്ത്യൻ ടീമിനെ ഒരു മലയാളി നയിക്കുന്നു എന്ന് പറയുന്നതിന് നമുക്ക് ഒരു അഭിമാനമാണ്. മറ്റൊരു വാർത്ത നോക്കിയാൽ നമ്മൾ ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങൾ കൊച്ചിയിൽ ഇറങ്ങും അല്ലെങ്കിൽ കൊച്ചിയിൽ കളിക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പം ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസങ്ങളായ റൊണാൾഡീനോ, അതുപോലെ തന്നെ റൊണാൾഡോ പോലെയുള്ള ഇതിഹാസ താരങ്ങൾ കൊച്ചിയിലെ മണ്ണിൽ പന്ത് തട്ടുമെന്നാണ് പറയുന്നത്. അതായത് ബ്രസീൽ ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളായ റൊണാൾഡോയും റോബർട്ടോ കാർലോസും കഫും എല്ലാം സെപ്റ്റംബറിൽ കൊച്ചിയിൽ പന്ത് തട്ടുമെന്നാണ്. അതായത് ബ്രസീൽ ലെജൻഡ്സ് ടീമിനെതിരെ ഇന്ത്യൻ ലെജൻഡ്സ് ടീമിനായി IM വിജയനും ബൈചൂങ് ബൂട്ടിയയും സുനിൽ ഛേത്രിയും ഉൾപ്പെടെയുള്ളവർ കളത്തിൽ ഇറങ്ങുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 26-നായിരിക്കും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഈ ഒരു മത്സരം. എന്തായാലും കൊച്ചി കവിഞ്ഞ് നിറയുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ക്രിക്കറ്റിനെ പോലെ തന്നെ ഫുട്ബോളിനെയും നെഞ്ചിലേറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇതേപോലെ ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങൾ കൊച്ചിയിൽ പന്ത് തട്ടുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ആവേശം ഉണർത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മാരക മാർഷ്. അതായത് നമുക്കറിയാം IPL ആണ് ഇപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു. അതെ. അപ്പൊ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് കീഴടക്കി ലക്നൗ സൂപ്പർ ജയൻസ്. അപ്പം ചെന്നൈയുടെ ഒരു പ്ലേ ഓഫ് സാധ്യതയ്ക്ക് അവരൊരു മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച ലക്നൗ സൂപ്പർ ജയൻസ്. ബാറ്റുകൊണ്ട് മിച്ചൽ മാർഷും പന്തുകൊണ്ട് ആകാശ് സിംഗും ആഞ്ഞടിച്ചപ്പോൾ ലക്നൗ 7 വിക്കറ്റിന് ചെന്നൈ തകർത്തു. അപ്പൊ സ്കോർ എന്ന് പറഞ്ഞാൽ ചെന്നൈ 20 ഓവറിൽ 5-ൽ 187, ലക്നൗ 16.4 ഓവറിൽ 3-ന് 188. അപ്പം മിച്ചൽ മാർഷിന് 90 റൺസ് വരെ അദ്ദേഹം നേടി എന്നുള്ളത് തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹത്തെ ഈ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് പറയാം. അപ്പം ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത ഒരു മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലക്നൌവിനെ സംബന്ധിച്ചിടത്തോളം. ലക്നൗ ഏറ്റവും താഴെ കിടക്കുന്ന ടീമാണ്. അവർക്ക് യാതൊരു സാധ്യതയും ഇല്ല. എങ്കിലും അവര് ചെന്നൈയെ പോലെ അവരുടെ സാധ്യത കുറയുമ്പോഴാണ് ഇവര് കൂടുതൽ കളിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം മുംബൈ അങ്ങനെ തന്നെയായിരുന്നു, പ്ലേ ഓഫ് സാധ്യത തീർന്നു. പക്ഷെ എന്നിട്ട് പോലും അവര് പഞ്ചാബിന്റെ പ്ലേ ഓഫ് സാധ്യതയെ ബാധിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനൊരു ആരോപണമുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്കറിയാം IPL ഇനി ആരായിരിക്കും സെമി ഫൈനലിലും ഫൈനലിലോട്ട് എത്തുക നമുക്കറിയില്ല. അപ്പൊ അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ബംഗളൂരു ആണ്. ബംഗളൂരു തുടർച്ചയായ 2ാം കപ്പ് ഉയർത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബംഗളൂരു ആയിരുന്നു. അതെ, നോക്കാം എന്താണെങ്കിലും. എന്തായാലും അപ്പൊ നമ്മൾ ഏകദേശം വാർത്തകളൊക്കെ എല്ലാ വാർത്തകളും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡില് കാണാം. അതെ.